കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് അബോധാവസ്ഥയിലായ 9 വയസ്സുകാരി സുമനസുകളുടെ സഹായം തേടുകയാണ്. വൈക്കത്തെ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ തുടർ ചികിത്സയ്ക്കായി ഇനിയും ലക്ഷക്കണക്കിന് രൂപ ആവശ്യമാണ്. ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒരു സഹായവും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. അവർ തീർച്ചയായിട്ടും നമ്മുടെ കാരുണ്യം ഈ കുടുംബം അർഹിക്കുന്നു. ഒമ്പത് വയസ്സുകാരി ദൃശാന മിടുക്കിയായിരുന്നു. അവളുടെ ചിരികളികൾ ആസ്വദിച്ച് കൊതി തീർന്നിട്ടില്ല അച്ഛനും അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും. അപ്രതീക്ഷിതമായാണ് കാറിന്റെ രൂപത്തിൽ ആ കുടുംബത്തെ തീരാവേദനയിലേക്ക് തള്ളിയിട്ടത്. ഇപ്പം എൻ്റെ മോള് കിടക്ക് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ. ഒരു കൊല്ലത്തിൻ്റെ മേലെ സ്കൂളിൽ പോകുന്ന മോളാ. നമുക്ക് അതിനുള്ള ചികിത്സകൾ സഹായങ്ങളെല്ലാം ഇനി വേണം. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 17-നാണ് വടകര ദേശീയപാതയിൽ ചോറോട് വെച്ച് മുത്തശ്ശിക്കൊപ്പം നടന്നു പോകുമ്പോൾ അപകടമുണ്ടായത്. അപകടത്തിൽ 62 വയസ്സുകാരി മുത്തശ്ശി മരിക്കുകയും 9 വയസ്സുകാരിയായ ദൃശാന അബോധാവസ്ഥയിലാവുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് ദൃശാന പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. നിരവധി ആശുപത്രികളിൽ കുട്ടിയെ ചികിത്സിച്ചു. തുടർ ചികിത്സയ്ക്കായി ഇനിയും ലക്ഷങ്ങൾ ആവശ്യമുണ്ട്. സർക്കാർ സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും ഇതുവരെ ഒന്നും ലഭിച്ചില്ലെന്ന് കുട്ടിയുടെ മാതാവ്. എല്ലാ ഡോക്ടർമാരും സമയം എടുത്തിട്ട് ശരിയാവുമെന്നാണ് പറയുന്നത്. പക്ഷേ സമയമെടുത്ത് ശരിയാണെങ്കിൽ ചികിത്സ വേണമല്ലോ. ആ ചികിത്സാ സഹായം സാധാരണക്കാരായ നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. എല്ലാം വിറ്റ് പെറുക്കിയാലും മോളെ ചികിത്സിക്കണം എന്നുള്ളുണ്ട്. വൈക്കത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ദൃശാനയുടെ ചികിത്സ ഇപ്പോൾ പുരോഗമിക്കുന്നത്. മകളുടെ തുടർ ചികിത്സയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. സുമനസുകളുടെ സഹായം ഉണ്ടെങ്കിലേ ഈ പൊന്നോമനയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും.